ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവിടൊക്കെ റജീം എന്ന് പറഞ്ഞാൽ കുറച്ചേരം നീട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം അവിടെ എന്ത് ചെയ്യണം? അവസാനം മീമാണ്. ആ മീമിന് സുക്കൂന് കൊടുത്തുകൊണ്ട് നമ്മൾ നിർത്തണം. റഹീം. ആ മീമിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുണ്ട് പൂടണം. റഹീം. നൂനാണ് പറയുന്നതെങ്കിൽ ചുണ്ട് തുറക്കുകയും വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ചുണ്ട് തുറക്കണം. ആലമീൻ. അർറഹ്മാനിർ റഹീം. അർറഹ്മാനിർ റഹീം. അവിടെ നീ എന്നുള്ള ചിലപ്പം വേറെ ഏതെങ്കിലും കോലത്തിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അർറഹ്മാനിർ റഹീം. നമ്മളെന്ത് ചെയ്യുക? ഒന്ന് ഓതിയിട്ട് എന്ത് ചെയ്യുക? വാട്സപ്പിലൊക്കെ ഒന്ന് നോക്കുക. ഓതി ആദ്യം നമ്മളെ സാധാരണ ഒരു ഫാത്തിഹ ഒന്ന് ഓതുക. എന്നിട്ട് നമ്മുടെ ഫാത്തിൻ്റെ കോലം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് കേൾക്കുക. ആ കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കണം. നമ്മളെ ഫാത്തിഹയിൽ വല്ല പിഴവും അക്ഷരം ചിലപ്പോൾ മാറൂല. അതിന്റെ ഫത്തും കസറൊക്കെ ചിലപ്പോൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. ഈ അർറഹ്മാൻ എന്നുള്ളിടത്തൊക്കെ ചിലപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട്. മാലികി യൗമിദ്ദീൻ. മാലിക്കി യൗ എന്ന് പറയുമ്പോൾ ചുണ്ടിങ്ങനെ ചെറിയ നിലക്ക് ഇങ്ങനെ ഒരു കൂർത്ത ഒരു കോലത്തിലേക്ക് വരണം. യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ യാന് ശബ്ദുണ്ട്. അവിടെ ശ്രദ്ധിക്കാം. ശബ്ദ കൊടുത്താൽ മതി, കട്ടി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യൊന്നും വേണ്ട. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്ത ലാ താ അല്ല താ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെ അലൈഹിം എന്ന് പറഞ്ഞ് അവിടെ പറയുമ്പോൾ എന്ത് ചെയ്യണം? മീമിന് സുക്കൂൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു സുക്കൂനുള്ള മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ 3 സുക്കൂനുള്ള മീമിന്റെ ശേഷം പിന്നെ മീമ് വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ആ ഒറ്റൊന്ന് മാത്രം നോക്കിയാൽ മതി. സുക്കൂനുള്ള മീമിന്റെ ശേഷമുള്ള അടുത്ത അക്ഷരം പിന്നെ മീമായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വരുമ്പം ഇഖ്ഫ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് രണ്ടും മാത്രം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് മുഴുവനും ഇൽഹാർ ആയിരിക്കും. പ്രത്യേകിച്ച് വാവാണെങ്കിലും ഫ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതേ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അൻഅംത അലൈഹിം ഗൈരിൽ ല്ലേ, ഇവിടെ ഗൈനാണ്. ഇവിടെ ഇൽഹാർ ചെയ്യാം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വാ എന്ന് പറയാൻ പാടില്ല. അലൈഹിം വലല്ലാലീൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർത്തുമ്പോൾ ചെയ്യണം. നിർത്തേണ്ട ആവശ്യമില്ല. നിർത്തും ചെയ്യരുത്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഈ ആയത്ത് ഒറ്റടിക്ക് ഓതാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി അതല്ല ഓരോരുത്തരും നിർത്തുന്നെങ്കിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം. അലൈഹിം എന്ന് പറയണം. ചുണ്ട് പൂട്ടിയിരിക്കണം. എന്നിട്ടാണ് വാ എന്ന് പറയേണ്ടത്. അപ്പോ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അപ്പൊ എങ്ങനെ ഓതുക? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ.
ഇനി പ്രായമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒന്നായിട്ട് ഓതാൻ പ്രയാസം ഉണ്ടാവും. അപ്പം എങ്ങനെ ഓതാ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒന്നെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇനിയിപ്പോൾ എവിടെ നിർത്തുകയാണെങ്കിലും എന്തില്ല, പ്രയാസമൊന്നുമില്ല. പിന്നെ നിർത്താതിരിക്കല നല്ലത്. പിന്നെ ഒരാൾക്ക് അങ്ങനെ കഴിയില്ലെങ്കിൽ പിന്നെ അപ്പം എന്താ ചെയ്യുക? അപ്പം അതിനനുസരിച്ച് ഓതുക. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇവിടെ എന്താ വെച്ചാൽ പ്രത്യേകം പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സുക്കൂനുള്ള മീമിന്റെ ശേഷം പിന്നെ ഇദ്ഹാറിന്റെ അക്ഷരങ്ങളിൽ ഫാവും വാവും വന്നാൽ അവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം അലൈഹിം വാ എന്ന് പറയാൻ പാടില്ല. അപ്പൊ ഒരു ഇഖ്ഫാന്റെ ഒരു കോലത്തിലേക്ക് വരും. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ ഉച്ചരിക്കണം. മീമിനെ വ്യക്തമായിട്ട് സുക്കൂനുള്ള മീമാക്കി തന്നെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് അപ്പൊ നമ്മൾ ഓത്തൊക്കെ പിന്നെ ഓതി തന്നെ പഠിക്കേണ്ടതാണ്.